ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, അഗസ്റ്റിൻ ജോർജ്, മസീക് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജനുവരി 8-9 തീയതികളിൽ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ജയശ്രീയെ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ജാമ്യാപേക്ഷയും ആരോഗ്യസ്ഥിതിയും 2013 മുതൽ വൃക്ക സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലാണ് ജയശ്രീ. ആരോഗ്യസ്ഥിതി പരിഗണിച്ച് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അവർ സുപ്രീം കോടതിയെ സമീപിച്ചു. അപേക്ഷയിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ജയശ്രീക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ PB സുരേഷ് കുമാർ, അഭിഭാഷകൻ A കാർത്തികുമാരാണ് ഹാജരായത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശി, അഭിഭാഷക മീന K പൗലോസ് എന്നിവർ വാദിച്ചു. ജയശ്രീയുടെ വാദം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ സെക്രട്ടറി എന്ന നിലയിൽ നടപ്പാക്കുക മാത്രമാണ് ചെയ്തതെന്ന് ജയശ്രീ മുൻകൂർ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. 1982 ബോർഡിൽ ജോലി ലഭിച്ച അവർ 2017 സെക്രട്ടറിയായി. ഈ കാലയളവിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒന്നും ഇടപെട്ടിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സുപ്രീം കോടതി ഇടപെട്ടതോടെ മുൻ സെക്രട്ടറി ജയശ്രീക്ക് താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ SITയുടെ മുമ്പിൽ ഹാജരാകേണ്ട ഉത്തരവോടെ അന്വേഷണത്തിന്റെ ഗതി നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.